ഡെയിലി ലൈഫിൽ കാണുന്ന ട്രാഫിക് ലൈറ്റ്, അതിൻ്റെ പിന്നിലുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഹാർഡ്വെയർ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ട്രാഫിക് ലൈറ്റ് നമ്മൾ അർഡിനോ വെച്ച് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇപ്പം കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ബേസിക് ബോർഡായ അർഡിനോ യൂണോ ആണ് എടുക്കുന്നത്. അർഡിനോ യൂണോ ഇതിന് അനലോഗ് പിൻസും ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ പിൻസും ഉണ്ട്. അതുപോലെ നമുക്ക് 3 LED വേണം. ഈ LED കണക്ഷൻസ്, അതായത് LED കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാൻ നമ്മൾ റെസിസ്റ്റർ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതിന് 3 റെസിസ്റ്റേഴ്സ്, പിന്നെ കണക്ഷന് വേണ്ടി ജമ്പർ വയർ, പിന്നെ ഈ USB നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാൻ ഒരു USB കേബിൾ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ബ്രെഡ് ബോർഡിലേക്കുള്ള ഈ കണക്ഷൻസ് ചെയ്യാം. ആദ്യം നമ്മൾ റെഡ് LED എടുത്തു. നമ്മൾ LED നോക്കിക്കഴിഞ്ഞാൽ ഒരു കാല് അതിൻ്റെ ലെങ്ത് കൂടുതലും ഒരെണ്ണം കുറവുമായിരിക്കും. ഈ ലെങ്ത് കൂടുതലുള്ളതാണ് ആനോഡ്, കുറവുള്ളതാണ് കാഥോഡ്. അതായത് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പം നമ്മൾ ബ്രെഡ് ബോർഡിൽ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ബ്രെഡ് ബോർഡിലെ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ അകത്തുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി ആയിരിക്കും അതിൻ്റെ കണക്ഷൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് നമുക്ക് ഈ എൻ്റെയർ ഈ വെർട്ടിക്കൽ ലൈൻ ഫുള്ള്, ഒരു വെർട്ടിക്കൽ ലൈൻ ഫുള്ള് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ 2 കണക്ഷൻസിൽ, അതായത് ഈ കാണുന്ന ഈ പോസിറ്റീവും ഈ നെഗറ്റീവും കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടോട്ട് ഇപ്പം നമ്മളൊരു ഗ്രൗണ്ട് എടുത്ത് കൊടുക്കുക. ആ ഗ്രൗണ്ട് നമുക്ക് താഴോട്ടായിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടം തൊട്ട് താഴെ വരെ നമുക്കത് കിട്ടും. എന്നാൽ നമ്മൾ ബ്രെഡ് ബോർഡിൻ്റെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ബ്രെഡ് ബോർഡിൽ എന്ന് പറയുമ്പോൾ ഈ നടുക്കത്തെ ഭാഗത്ത് കൊടുത്താൽ, ഇവിടെ ഒരു കണക്ഷൻ കൊടുത്താൽ അതിൻ്റെ കറണ്ട് നമുക്ക് വെർട്ടിക്കലി ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു ലൈനിലായിരിക്കും വെർട്ടിക്കലി കിട്ടുന്നത്. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം നമ്മളിപ്പോൾ ഒരു LED എടുത്തു. ഈ LEDയുടെ പോസിറ്റീവ് നമ്മൾ ഒരു സൈഡിലും നെഗറ്റീവ് അടുത്ത ലൈനിലുമായിട്ട് കൊടുത്തു. അതായത് ഇത് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുത്തു. അതുപോലെ 3 കണക്ഷൻസും നമുക്ക് കൊടുക്കാം. ഇനി ഈ 3 കണക്ഷനിലോട്ട് LED നമ്മൾ കണക്ട് ചെയ്തു. ഇനി LEDയിലോട്ട് ശരിക്കും വരുന്ന കണക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ അർഡിനോയുടെ ഡിജിറ്റൽ പിൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 ഡിജിറ്റൽ പിൻസിൽ നിന്നാണ് നമ്മളെടുത്ത് കൊടുക്കുന്നത്. അതേ ഡിജിറ്റൽ പിൻ നമ്മൾ പ്രോഗ്രാമിലും കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത് 11, 12, 13. 11, 12, 13 ഈ 3 പിന്നാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പിൻ, ഇതിലൊരു കറണ്ട് ഉണ്ട്. ആ പിന്ന് നമ്മൾ LEDയുടെ പോസിറ്റീവിലോട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് പോസിറ്റീവ് എടുത്ത് ഇതിലോട്ട് കൊടുക്കാതെ അതിന് മുമ്പ് LEDയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു റെസിസ്റ്റർ കൊടുക്കുന്നു. അതുപോലെ 3 കണക്ഷൻസ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ 3 റെസിസ്റ്റർ കൊടുക്കുക പോസിറ്റീവ് സൈഡിൽ നിന്ന്. അപ്പം നമ്മൾ LED റെസിസ്റ്റേഴ്സ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 പിന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, 11, 12, 13 നമ്മൾ എടുക്കുന്ന ഡിജിറ്റൽ പിന്ന്. അപ്പോൾ അർഡിനോയുടെ 11ാമത്തെ പിന്നിൽ നിന്ന് ഞാൻ എടുത്തെന്ത് ചെയ്തു, ഫസ്റ്റ് LEDയുടെ ആനോഡിലോട്ട് കൊടുത്തു. സെക്കൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പിന്ന് 12ാമത്തെ പിന്നെടുത്തു. ഈ 12ാമത്തെ പിന്നിൽ നിന്ന് LEDയുടെ പോസിറ്റീവിലോട്ട്, അടുത്ത LEDയുടെ പോസിറ്റീവിലോട്ട്. അടുത്തത് 13ാമത്തെ പിന്നിൽ നിന്ന് അടുത്ത LEDയുടെ പോസിറ്റീവ് സൈഡിലോട്ട്.
അപ്പം നമ്മളിപ്പോൾ പോസിറ്റീവ് കണക്ഷൻ LED കൊടുത്തു. ഇനിയും മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ചെയ്യണം. അതായത് ഒരു ബേസിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ, പോസിറ്റീവും നമ്മൾ കൊടുക്കണം, അത് വർക്ക് ചെയ്യാൻ നെഗറ്റീവും കൊടുക്കണം. അപ്പം നെഗറ്റീവ് നമ്മൾ എന്താ ഈ 3 എണ്ണത്തിന് കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ നെഗറ്റീവ് ഇവിടുന്ന് ഗ്രൗണ്ട് എടുത്തു, അടുത്ത പിന്നിൽ നിന്ന്, അതായത് നമ്മുടെ അർഡിനോയുടെ ഗ്രൗണ്ട് എടുത്തു. ആ ഗ്രൗണ്ട് നമ്മളിവിടെ കൊടുത്തു, അതായത് അർഡിനോയുടെ ബ്രെഡ് ബോർഡിലോട്ട് കൊടുത്തു നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഈ ലൈനിൽ ഫുള്ള് നമുക്ക് നെഗറ്റീവ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വയറെടുത്ത് ഓരോന്നത്തിൻ്റെയും നെഗറ്റീവിലോട്ട് കൊടുക്കുക. എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് ചെയ്യുവാണ് നമ്മൾ. അപ്പോൾ നെഗറ്റീവ് കണക്ഷനിൽ നിന്ന് എടുത്ത് LED യെല്ലോയുടെ നെഗറ്റീവിലോട്ട് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് ഗ്രീനിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുവാണ്. ഗ്രൗണ്ടിൽ നിന്ന് എടുത്തു. അതുപോലെ നമ്മൾ റെഡും ഗ്രൗണ്ട് ചെയ്യുവാണ്. റെഡിൻ്റെ നെഗറ്റീവ്. ഇത്രയാണ് കണക്ഷൻ വരുന്നത്. അതായത് നമ്മൾ പോസിറ്റീവ്, അതായത് ഡിജിറ്റൽ പിന്നിൽ നിന്നെടുത്ത് 3 പിന്നിലോ LED വേണ്ടിയുള്ള 3 എണ്ണം കൊടുത്തു. അതുപോലെ LED നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് സിമുലേഷൻ പാർട്ടാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് അർഡിനോ IDE എടുത്തു. നമ്മൾ പുതിയ ഫയൽ എടുക്കുകയാണ്, ന്യൂ സ്കെച്ച്. നമ്മൾ ചെയ്ത് വെച്ച പ്രോഗ്രാം ജസ്റ്റ് ഇതിലോട്ട് കോപ്പി ചെയ്തു. ഇനിയും നമുക്ക് കമ്പൈൽ ചെയ്യുക. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കമ്പൈൽ ചെയ്ത് നോക്കുക. അർഡിനോയിൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്തു, അർഡിനോ IDEയിൽ. അത് നമ്മൾ പിന്നെ ഇതിലോട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പോൾ കാണാം, ഔട്ട്പുട്ട് നമുക്ക് കാണാം. റെഡ് കത്തി, ഗ്രീന്, യെല്ലോ, വീണ്ടും സ്റ്റോപ്പ് ചെയ്യാൻ റെഡ് കത്തി. അതായത് ഇപ്പോൾ ഞാനിവിടെ ഡിലേ വളരെ കുറച്ച് ടൈം ഡിലേ കൊടുത്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കത്തുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇച്ചിരിയോടെ ഡിലേ, നിങ്ങൾക്ക് ആവശ്യാനുസരണം ഡിലേ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ചില റോഡിൽ ചെല്ലുമ്പോൾ റെഡ് കത്തി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അടുത്തത് കത്തുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാം വഴി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.